റൂഹിന്റെ പാതി. രചന നുസ്ര അക്ബർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മ അവൻ പറയാനൊരുങ്ങുമ്പോൾ അവരുടെ കൈകൾ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഫറ അറിയാതെ അവളുടെ മുഖത്ത് കൈവച്ചു പോയി. പേടിയോടെ അവരെയും നോക്കി നിന്നു. കാണാനെന്നും പറഞ്ഞു പോയിട്ട് ഈ അസമയത്ത് ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവർ അലറിക്കൊണ്ട് അവരെ നോക്കി. അവൻ വാക്കുകളില്ലാത്ത തലവും വിട്ടു. ചോദിച്ച് കേട്ടില്ലേ സിദ്ധാർത്ഥ, നീ ആൻസർ മീ. അവരുടെ അലർച്ച ആ വീട്ടിൽ നിറഞ്ഞു. അമ്മ ഞാൻ അമ്മയ്ക്ക് കാണാൻ വേണ്ടി അവളെ. അവൻ ധൈര്യത്തോടെ തന്നെ അവളെ നോക്കി. അവരുടെ മുഖത്തൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. ഈ രാത്രിയാണോ എനിക്ക് കാണാൻ അവളെ കൊണ്ടുവരുന്നത്? സമയം നോക്കടാ. അവർ ക്ലോക്കിലേക്ക് വിരൽച്ചുകൊണ്ടി അവനവളും പേടിയോടെ അവരെ നോക്കി. സിധു, മോളെ കൊണ്ട് വീട്ടിലാക്ക്. ഇതുപോലെ ഇനി മേലിൽ ഞാൻ കേൾക്കരുത്, കാണുകയും. അവര് താക്കി ഇതുപോലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവ പതിയെ ചെറിയ ശബ്ദത്തിന്റെ അകമ്പൊടിയോടെ പുറമേക്ക് വന്നു. ശിവ വെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. സാരമില്ല, പോട്ടെ. തെറ്റിയതുകൊണ്ടാണ് അമ്മ. സോറി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. നമ്മൾ വന്ന സമയം ശരിയല്ല, അതാ അമ്മ അങ്ങനെ. അവനവളുടെ കണ്ണുനീർ ഒപ്പുന്നിടയിൽ പറഞ്ഞു. അവൾ അപ്പോഴും അവന്റെ വേദന കൊണ്ട് ചുമന്ന കണ്ണിലേക്ക് നോക്കി. ശിവേട്ട, ഞാൻ. അവളെന്തോ പറയാൻ വേണ്ടി വന്നു. അവൻ വേണ്ടെന്ന് തലകുലുക്കി അവളുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു. വാ, വീടി കൊണ്ടായി തരാം. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അതേ നിൽപ്പ് നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അകത്തേക്ക് തന്നെ നടന്നു. അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി. നേരത്തെ കല്യാണി കയറി ചെന്ന് റൂമിലേക്കാണ്. ശിവ അവിടെ പോക്കണ്ട് പിന്നാലെ ഓടി. ചക്കരമ്മയുടെ സ്വഭാവം ശരിക്കറിയാം. അകത്തേക്ക് വന്നോട്ടെ? അവൾ താഴ്മയോടെ ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന കല്യാണിയെ നോക്കി ചോദിച്ചു. വേണ്ട, അവര് മറുപടിയും പറഞ്ഞു. ഞാൻ വരും. അവളൊന്നും കൂസാക്കാതെ അകത്തേക്ക് ചെന്ന് അവർക്കടുത്തേക്ക് ഇരുന്നു. അവർ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. കുട്ടി, വീട്ടിൽ പോകാൻ നോക്ക്, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കവിളിൽ അമർത്തി കൊടുത്തു. വാതിൽ വന്നിരുന്ന ശിവയുടെ കണ്ണും പുറത്തിയാടും പോലെയായി. ഒരു മര്യാദയ്ക്ക് വേണ്ടിയാ അവിടുന്ന് കയറിക്കോട്ടേന്ന് ചോദിച്ച്. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കയറും, എനിക്കതാ ഇഷ്ടം. അതുകൊണ്ട് ചുമ്മാ അമ്മായിമ്മ പോലും ഇറക്കാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. അവൾ ചുണ്ടുകൂർപ്പിച്ച് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. കല്യാണിയുടെ മുഖത്ത് അത്ഭുതം തെളിഞ്ഞു. അവർ കണ്ണു കൂർപ്പിച്ച് വാതിൽ നിൽക്കുന്ന ശിവയെ നോക്കി. അവനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാഗത്തിൽ റൂമിന്റെ ചുമരിലേക്ക് നോക്കി. അപ്പൊ ചെല്ലട്ടെ അമ്മായിയമ്മേ, ഞാൻ വരും ഇടക്കൊക്കെ. വരാലോ അല്ലേ? വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വരും, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവരവളെ ദേഷ്യത്തിൽ നോക്കി. ദേഷ്യം പിടിക്കുമ്പോൾ ഈ മുഖം ഉണ്ടല്ലോ, എന്റെ ശിവേട്ടനെ പോലെ തന്നെയുണ്ട്, കടിച്ചെടുക്കാൻ തോന്നുക. അവളുടെ ചുവന്ന കവിളിലും തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് ശിവ കാറ്റുപോയ ബലൂൺ പോലെ നിന്നു. ചെല്ലട്ടെ, എന്റെ ചെക്കനെങ്ങാനും പേടിപ്പിച്ചെന്ന് അറിഞ്ഞാറുണ്ടല്ലോ. അവളൊന്ന് ഗൗരവത്തിൽ അവരെ നോക്കി സ്ലോ മോഷനിൽ നടന്നു. വാതിലിനടുത്തെത്തിയത് വീണ്ടും തിരിഞ്ഞ് ഓടി വന്ന് അവരെ പുണർന്ന് കവിളിൽ അമർത്തി ചുമ്മിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞ് ശിവയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. കല്യാണിയുടെ മുഖം പുഞ്ചിരിയാൽ നിറഞ്ഞു. വാത്സല്യത്തോടെ, അതിലുപരി സ്നേഹത്തോടെ. ചട്ടമ്പി പെണ്ണ്. അവർ പുഞ്ചിരിയോടെ തന്റെ കവിളിൽ തലോടി. ശിവ അവളെയും വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. എന്റെ ഫറ, നിന്നെ കൊണ്ടുവന്നതിന് പണിയായോ? അമ്മയെ അറിയാലോ, ചുമരിൽ തേച്ച് ഒട്ടിക്കുവേ. അതിനെന്താ, ഞാൻ സ്റ്റിക്കറാണോ? അവൾ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. മിണ്ടാതെ വണ്ടി കയറടി. ഇരുട്ടിലൊക്കെ ആകമാനം കണ്ണോടിക്കുന്ന അവൾ നോക്കി ശിവ പറഞ്ഞു. ശിവേട്ടാ, കേറെന്റെ ഫറ. ആരുടെ ഫറ? അവൾ മെല്ലെ മുഖത്ത് കുഞ്ഞി ഗൗരവം അണിഞ്ഞോട് ചോദിച്ചു. എന്റെ ഫറ അല്ലേ? അവനും കുഞ്ഞൊരു കുസൃതിയോട് അവൾ അവനിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ തള്ളി മാറ്റി. നീ എന്തായി നോക്കുന്നത്? അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഈ ഗാർഡൻ ഇതാരെങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നേ? അത് ഡോക്ടറുടെയാ, ഒന്നിലും പോയി കൈവച്ചേക്കല്ലേ, അരിഞ്ഞിടും. അവൻ കുറച്ച് ഗൗരവത്തിലും കളിയിലും പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു, എന്നെ പകലൊരിക്കലും ഇവിടെ കൊണ്ടുവരുമോ? അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. നിനക്ക് എപ്പോഴും ഇവിടെ വരാം, അവളുടെ തുടുത്ത കവിളിൽ പിച്ചിക്കൊണ്ടവൻ പറഞ്ഞു. നീ വാ, കയറ്, സമയം കുറയായി. 3 മണിക്ക് വീട്ടിലെത്തിക്കാൻ നേരത്തല്ലേ? അവൻ കയ്യിലെ വാശിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും ആത്മാർത്ഥമുള്ളൊരു കാമുകൻ. അവൾ ചിരിയോടെ അവന്റെ പിന്നിൽ കയറിയതും അവൻ ബൈക്ക് തിരിച്ചു. ആ ശബ്ദം കേട്ട് കല്യാണി വാതിലിൽ വന്ന് നിന്നു. അവൻ അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കാനൊരുങ്ങി. സിധു, പതുക്കെ, മോള് കൂടെയുള്ളതാ. അവർ വാത്സല്യത്തോടെ അവനെ ഓർമ്മിപ്പിച്ചു. അവൾക്കൊരു പുഞ്ചിരി നൽകി അകത്തേക്ക് നടന്നു. അവനൊരു പുഞ്ചിരിയോടെ ബൈക്ക് എടുത്തു. വഴിയോരങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റും തണുപ്പും മഞ്ഞുമെല്ലാം അവരുടെ പ്രണയ നിമിഷങ്ങളിൽ കൂട്ടുനിന്നു. മിണ്ടിയും പറഞ്ഞ് അവർ മെല്ലെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ തണുപ്പൊക്കെ മാറിക്കോളും. തന്നെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടന്ന് ചായ കുടിക്കുന്ന അവൾ നോക്കി അസ്ലും ഒഴിഞ്ഞു. അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നു. നമുക്കിറങ്ങിയാലോ, ഇനിയും ദൂരമുണ്ട്, അവനവിടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പോവാ. അവളിൽ നിന്നും തണുത്തൊരു ശ്വാസം അവന്റെ മുഖത്തേക്ക് വന്നു. അവനാകെ ചൂട് പിടിക്കാൻ തുടങ്ങി. അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ യാത്ര തുടർന്നു. നാച്ചു, നീനിപ്പോ ശരിക്കും പ്രണയിക്കുന്നുണ്ടോ? ആർദ്രമായ അവന്റെ ചോദ്യത്തിന് ഉത്തരമെന്നോണം അവൾ അവന്റെ പുറത്തേക്ക് ചാരിക്കിടന്ന് വയറുള്ള കൈകൾ മുറുക്കി. എങ്കിൽ
എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേണമെങ്കിൽ എനിക്കത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ വേണ്ട, നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. സത്യമായാലും നുണയായാലും. എന്താ ഷിക? ചോദിച്ചോളൂ, ഞാൻ പറയാം. നാച്ചു, അത് എന്തിനൊരു മുഖവര? പറഞ്ഞോളൂ. നീ ഷിബി എങ്ങനെയാ പരിചയം? നിങ്ങൾ ഇഷ്ടത്തിലായിരുന്നോ? ആ പ്രണയത്തിൽ വില്ലനായി വന്നുകൊണ്ടാണോ പിരിയേണ്ടി വന്ന്? അവന്റെ ആ ചോദ്യം സൃഷ്ടിച്ച നടുക്കത്തിലായിരുന്നു അവൾ. അതിന്റെ ഫലമായി അവളുടെ കൈകളായഞ്ഞു. കണ്ണുകളുടെ കോണിൽ ഒരു മിഴിനീർ തുള്ളി കുമിഞ്ഞുകൂടി. നാച്ചു, ഇറ്റ്സ് ഓക്കെ. പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ജസ്റ്റ് ലീവ് ഇറ്റ്. അവൻ ആ കൈകൾ വലിച്ച് അവന്റെ വയറിനോട് തന്നെ ചേർത്ത് വെച്ചു. ആഷിക, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ വെറുത്തു പോവോ? അവളുടെ കവളിനെ നനയിച്ചുകൊണ്ട് ആദ്യ തുള്ളി നിലംപതിച്ചു. നാച്ചു, ഒന്നിന്റെ പേരിൽ ഇനി നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റേത് മാത്രം. മനസ്സ് ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പറയാം. എനിക്ക് നിർബന്ധമില്ല. ഞാനായിട്ടത് അന്വേഷിക്കാനും പോകുന്നില്ല. അന്ന് ഫറ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനൊരു... പറയുമ്പോൾ അവന്റെ തൊണ്ടയിലും വാക്കുകൾ കുടുങ്ങി. ഫറയോ? അവൾ അവനെ നോക്കി. അവളുടെ വായിൽ നിന്ന് ഒരിക്കലും അറിയാതെ വീണതാ. ഇങ്ങനെ കഷ്ടപ്പെടുത്താണെങ്കിൽ എന്തിനാ എന്റെ നാശുവിനെ കൂടെ കൂട്ടിയേ? ഷിബിക്ക് കൊടുത്തുകൂടായിരുന്നു? അവൻ പൊന്നുപോലെ നോക്കില്ലേ എന്ന്. ആണോ? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കില്ലേ? ഇപ്പോഴങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക്? ആഷിക്ക് എന്തൊക്കെയാ പറയുന്നത്? അടച്ച ചാപ്റ്ററാണത്. എന്നീ കുഴികുത്തി മൂടിയത്. ഈ മനസ്സിനും ശരീരത്തിന് ഇപ്പോൾ ഒരു അവകാശമേ ഉള്ളൂ. പോരെ? ഷിബിയല്ലേ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ മനുഷ്യ ഒന്ന് തന്നാലുണ്ടല്ലോ. അവളവൻ്റെ പുറത്തടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറവണ്ടേ? നിരാശയോടെയല്ല, പുഞ്ചിരിച്ച മുഖത്തോടെ, പഴയ ഓർമ്മകളുടെ മധുരത്തോടെ, സ്വന്തം കൂട്ടുകാരനായി മാത്രം കണ്ടെന്നോട് പറയേ. അവനൊരു കൈയാൽ ബൈക്ക് ഓടിച്ച് മറുകൈ അവളുടെ കയ്യിൽ കോർത്തു. അവളുടെ ദിവസങ്ങൾ പിന്നിലേക്ക് ചലിച്ചതും ഷിബിയുടെ ഓർമ്മകൾ വന്ന് നിറഞ്ഞതും അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞതും നല്ലൊരു കേൾവിക്കാരനായ അസ്ലു ഇരുന്നു. കണ്ണിൽ നിറഞ്ഞ വെള്ളത്തെ ഒപ്പിക്കൊണ്ട് ചുണ്ടിലൊരു പുഞ്ചിരിയോട് അവന്റെ പുറമേക്ക് ചാരി അവൾ ആ വാക്കുകൾ അവനെയും ഒരിക്കൽ കൂടി ഭർത്താവിന് മുമ്പിൽ വിളിച്ചോതി. അവൾ കുഴിമാടി. എന്നേക്കുമായി. നഷ്ടബോധമുണ്ടോ ഭാര്യയെ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാലും അവൻ ഇതൊക്കെ വല്ലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളൂ. ആ ഇടക്ക് ആഷിഖിനെ പ്രണയിക്കുന്ന ആർക്കെങ്കിലും അറിയായിരുന്നോ? ആർക്ക്? ആമി. എൻ്റെ ആമിക്ക്. അവൾക്ക് എല്ലാം അറിയായിരുന്നു. ഒന്നും അറിയാത്ത പോലെ നടിച്ചങ്ങ് ജീവിച്ചു പെണ്ണ്. അവൻ്റെ പുഞ്ചിരിയിൽ അവളും ചേർന്നു. തണുപ്പിൻ്റെ കാഠിന്യം കൂടിയും മഞ്ഞുതുള്ളികൾ ഇറ്റ് വീണും ആ വഴി അവരെ കുളിരണയിച്ചു. നാച്ചു, ഒരു കുന്നിൻ മുകളിലേക്ക് ബൈക്ക് കയറ്റി നിർത്തിക്കൊണ്ട് അവൻ അവളെ വിളിച്ചു. വാ. ദൂരെ ഇരുട്ടിലേക്ക് നോക്കി താഴെ കാണുന്ന കുഞ്ഞു വെളിച്ചത്തിലേക്ക് അവൻ ചൂണ്ടി. അവൾ അവനോട് ചേർന്നു. ഇവിടെ പുലർച്ചെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് സൺറൈസ് കണ്ടിട്ട് പോവാം. ഇനി എന്തായാലും റൂമിലേക്ക് അധികം ദൂരില്ല. ചെന്നിട്ട് ഫ്രഷാവും. പോരെ? അവൻ നിലത്തേക്ക് പടിഞ്ഞിരുന്നുകൊണ്ട് അവളെ പിടിച്ചു വലിച്ച് മടിയിലേക്ക് ഇരുത്തി. ഈ കാട്ടിൽ വന്നിരുന്ന വല്ല മൃഗങ്ങളും പിടിക്കില്ലേ? എനിക്ക് പേടിയാ. ഇവിടെ ഒന്നുമില്ല. എല്ലാവരും ഉറക്കാ. ഈ കുന്നിന് താഴേക്ക് വീടുകളാ. പുലരാൻ സമയമൊക്കെ വെളിച്ചം വീഴും. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. എവിടെ ഇരിക്കും? ഫുള്ള് മഞ്ഞ് വീഴ്ചയാ, പനി പിടിക്കും. അവൻ അവളെ മാറ്റിയിരുത്തി ഫ്ലാഷ് ഓൺ ചെയ്ത് ബൈക്കിൽ നിന്നും ബാഗ് എടുത്ത് ഒരു ടെന്റ് കെട്ടി നല്ലൊരു പുതപ്പും എടുത്ത് അവൻ അവൾക്കടുത്തേക്ക് നടന്നു. വാ, കിടക്കാം, കുറച്ച് സമയം ഉറങ്ങിക്കും, എന്നിട്ട് പോവാം, അവൾ വിളിച്ചവൻ പറഞ്ഞു. എന്താടേ? അവനെ തന്നെ നോക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു. ഇവിടെ ഇരിക്കാം, അവൾ അവനെ നേരെ കൈവിടർത്തിക്കൊണ്ട് പറഞ്ഞു. അവനൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. വീണ്ടും അവളെ മടിയിലേക്ക് ഇരുത്തി പുതപ്പെടുത്ത് ഒരുമിച്ച് മൂടി. കൈകൾ കൊണ്ട് അവൾ ഇറുകെ പുണർന്നു. അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ വന്ന് പതിഞ്ഞു. അവൾ കഴുത്തിലൂടെ കൈയിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. ഐ ലവ് യു. അവന്റെ ചുണ്ടുകൾ ആ കണ്ണിലേക്ക് നോക്കി മൊഴിഞ്ഞു. അവളൊരു നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരി അവന് നൽകി. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്നു. അവളുടെ വിറക്കുന്ന ചുണ്ടിലേക്ക് അവൻ മെല്ലെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ആ ചുണ്ടുകളെ സ്വന്തമാക്കി. തണുപ്പിലും ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു. ഗാഠമായ ചുംബനത്തിൽ തളർന്നുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീഴാനാഞ്ഞ അവളെ അതിന് സമ്മതിക്കാതെ അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ തേടിപ്പോയി. അവന്റെ കൈകൾ അനുസരണയില്ലാതെ അവളുടെ ശരീരത്തിൽ പരതി നടന്നു. ആ കണ്ണിൽ കാണുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവൾ അതേ പ്രണയത്തോടെ അവരെ നോക്കി. അവനിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവനൊരു കൈയാൽ എഴുന്നേറ്റ് അവളെ വാരിയെടുത്ത് ടെന്റിലേക്ക് നടന്നു. പുതപ്പിന്റെ ഒരു ഭാഗം വിരിച്ചുകൊണ്ട് മറുഭാഗം ഫ്രീ ആക്കി വിട്ടു. നാച്ചു, അവന്റെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിറച്ചു. ഞാൻ നിന്നെ സ്വന്തമായിക്കോട്ടെ. അവന്റെ പ്രണയവും കാമവും നിറഞ്ഞ ആ നോട്ടം അവളെ അടിമുടി പൂത്തുളപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മേലേക്ക് അമർന്നു ആ ചുണ്ടുകൾ സ്വന്തമാക്കി. കഴുത്തിലും മാറിലും വയറിലുമെല്ലാം അവന്റെ കൈകൾ കുസൃതി കാട്ടി നടന്നു.
അവന്റെ ആ ഇളം ചൂടിൽ ലയിക്കുമ്പോൾ താൻ വിവസ്ത്രയാക്കപ്പെടുന്നറിഞ്ഞതും അവൾ കണ്ണുകൾ ഒന്നുകൂടെ ഇറുക്കി അടച്ച് അവനെ വരയും ചെയ്തു. ചുംബനങ്ങളാൽ അവളെ തളർത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു തുള്ളി കണ്ണുനീരിന്റെ അകമ്പടിയോടെ അവളിലേക്ക് സ്വീകരിച്ചു. ഉയർച്ച താഴ്ചയും നിശ്വാസങ്ങളും അവളുടെ ശീൽക്കാര ശബ്ദങ്ങളായി ഇരുട്ടിൽ മുഴങ്ങി. അവളെ പൂർണ്ണയാക്കിക്കൊണ്ട് തന്റെ പാതിയായി ചേർത്ത് പൂർണ്ണമായി അവളിലേക്ക് അലിഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ഒരു കിതപ്പോടെ അവൻ തളർന്നു വീണു. കണ്ണടച്ചുകൊണ്ട് അവൻ ഇറുകെ പുണർന്ന് തന്റെ മാറിലേക്ക് അവനെ ചേർത്ത് പിടിച്ച് അവളും കിടന്നു. കിതപ്പ് നടങ്ങുന്നവരെ ഒന്നും മിണ്ടാതെ മൗനമായി അവർ ആ നിമിഷത്തെ ഓർത്തെടുത്തു. നാച്ചു അവളിൽ നിന്നും മാറിക്കിടന്ന് പുതപ്പിരിവരുടെ മേലേക്ക് പുതച്ചുകൊണ്ട് അവൻ വിളിച്ചു. വേദനിച്ചോ? അവന്റെ ശബ്ദത്തിനൊപ്പം ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു. അവളിൽ നിന്ന് തലയാട്ടി. പിന്നെ നിനക്കറിഞ്ഞേ? അവൻ അവളെ നെഞ്ചിലേക്ക് കിടത്തി ചോദിച്ചു. ചെറിയ വേദന. അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ചെറിയ വേദനക്കൊക്കെ ആരെങ്കിലും കരയോ? ഞാൻ കരഞ്ഞില്ലേ? ആണോ? എന്നാ ഇനി വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവള് വാത്സല്യത്തോടെ ചുംബിച്ച് അവൻ പറഞ്ഞു. അവള് അവന്റെ ചൂടിൽ ലയിച്ച് കിടന്നു. പോണ്ടേ, ഇവിടുന്ന് ഫ്രഷ് ആവാനൊന്നും പറ്റില്ല, റൂമിൽ ചെന്നിട്ട് കുളിക്കാം. അവളെല്ലാം മൂളിക്കൊണ്ട് കിടന്നു. പതിയെ അവന്റെ നെഞ്ചിൽ കിടന്ന് മയങ്ങിപ്പോയ അവൾ കണ്ണിലേക്ക് പതിക്കുന്ന സൂര്യരശ്മികളുടെ വെളിച്ചത്തിൽ കണ്ണുകൾ ചിമ്മി തുറന്നു. അവളെപ്പോലെ അവനും. ഒരു പുതപ്പിൽ ഇരു ശരീരങ്ങൾ അമർന്നുകൊണ്ട് അവരാ പുലരിയെ വരവേറ്റു. പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. ഇങ്ങനെ നോക്കല്ലേ വേണ്ടേ, കൺട്രോള് പോകുന്നു. അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. പോ അവിടുന്ന്. അവള് പുതപ്പ് മാറിലേക്ക് വലിച്ചിട്ടുണ്ട് പറഞ്ഞു. ചേഞ്ച് ചെയ്യണ്ടേ? പോണ്ടേ, ഇവിടേക്ക് ഇപ്പോൾ ആള് വരും. അവന്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ വെപ്രാളത്തോടെ ചുറ്റിനും പരതി. നീ എന്താ നോക്കുന്നേ? അവൻ നെറ്റി വിളിച്ചു. എന്റെ ഡ്രസ്സ് എവിടേക്ക് ഇന്നലെ വലിച്ചെറിഞ്ഞേ? അവൾ കണ്ണുകൾ കൂർപ്പിച്ചു. പയ്യ മതി, വെളിച്ചം വീഴുന്നേ ഉള്ളൂ. നല്ല വെളിച്ചത്തിൽ എനിക്കൊന്നുകൂടെ കാണാലോ. അവൾ അടിമുടി നോക്കി കുസൃതിയോട് അവൻ പറഞ്ഞു. അവനെ കൂർപ്പിച്ചു നോക്കി ചുറ്റും വീണെടുക്കുന്ന ഡ്രസ്സ് ഒരു കയ്യാലെടുത്തുകൊണ്ട് അവനെ നോക്കി. പിന്നെ ഞാൻ പോകുന്നില്ല, കാണാത്തതല്ലേ. അവനൊന്ന് മീശ വിരിച്ചു. പ്ലീസ്. അവൾ കെഞ്ചി. നടക്കില്ല, വേണേ തിരിഞ്ഞിടക്കാം. അത്ര മതി. അവളുടെ വാക്കേട്ട് ഒരു പുഞ്ചിരിയോടെ അവൻ തിരിഞ്ഞിടന്നു. കഴിഞ്ഞോ? ഞാൻ തിരിയോട്ടോ. ആ തിരിഞ്ഞ. അവൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ റെഡിയാക്കി. അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി കിടന്നു. അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതും അവനും ജീൻസ് ഇട്ട് അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. കുന്നിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ പുണർന്നു നിന്നു. ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന പോലെ. പോവണ്ടേ, ഇങ്ങനെ നിന്നാ മതിയോ? അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു. പോണം. ഇരുകയ്യാൽ അവളെ വലം ചെയ്തവൻ പറഞ്ഞു. കുറച്ച് സമയം കൂടി അവളെ അങ്ങനെ പുണർന്നു നിന്ന ശേഷം അവൻ ടെന്റിനുള്ളിലേക്ക് കടന്നു. ഡ്രസ്സ് എടുത്തിട്ട് എല്ലാം മടക്കി പെറുക്കി ബാഗിലാക്കി ബൈക്കിൽ ഉറപ്പിച്ചു വെച്ചു. വായു. ഉദിച്ചു വരുന്ന മലമുകളിൽ പൊൻകിരണങ്ങൾ വിതറുന്ന സൂര്യനെ നോക്കി നിൽക്കുന്ന അവളെ അവൻ വിളിച്ചു. നല്ല ഭംഗിയെ ഇവിടെ കാണാൻ കേട്ടോ. അവന്റെ പിന്നിലേക്ക് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊരു ചിരിയോടെ മൂളിക്കൊണ്ട് ബൈക്ക് എടുത്ത് കുതിച്ചു. ഒന്നും മിണ്ടാതെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അവന്റെ പുറത്തേക്ക് ചാരി കിടന്നു. ആ ഹൃദയമിടിപ്പ് പോലും ഇപ്പോൾ തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് തോന്നി. ആമിയൊന്ന് വിളിക്കണം, ഓക്കെ അല്ലെന്ന് ചോദിക്കണം. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. നാശു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓവർ കെയറിംഗ് ആണ് അവളെന്ന്? കുറച്ചൊക്കെ. നിങ്ങൾ എൻ്റെ മാത്രമല്ലേ? അവൾ അവനിലേക്ക് ഒന്നുകൂടെ ഒട്ടിപ്പിടിച്ചിരുന്നു. എൻ്റെ പെണ്ണിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു ഉത്തരവല്ല പ്രതീക്ഷിച്ച്. അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു. ഞാൻ ചുമ്മാ പറഞ്ഞു, നിങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാലോ. പിന്നെ ചെറിയൊരു കുശുമ്പ്. എനിക്ക് മാത്രം കിട്ടേണ്ട സ്നേഹം വീതം വെച്ച് പോകുന്നതിൽ. അവൾ ചുണ്ടൂർപ്പിച്ച് നിഷ്കളങ്കമായി പറഞ്ഞു. അവനൊരു ചിരിയോടെ ഇരുന്നു. എന്തൊന്നും പറയാത്തെ? പൊതുവെ ആമിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണല്ലോ. നാശു, അവൾ എനിക്കെല്ലാമാണ്. കൂട്ടുകാരിയും പെങ്ങളും സഹോദര ഭാര്യയും എൻ്റെ ധൈര്യവും എല്ലാം. അവൾ കൂടെയില്ലെങ്കിൽ ഒരു പക്ഷേ അസ്ലു എന്ന വ്യക്തി തോറ്റുപോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ബട്ട് ആമി, അവളാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. അവളെ ഒരിക്കലും എനിക്ക് കൈവിടാനൊക്കില്ലടി. എൻ്റെ കൂടെപ്പിറപ്പിനേക്കാൾ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അറിയാലോ, അത് കഴിഞ്ഞാലേ ഞാൻ പോലുള്ളൂ. പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അവൾ നെഞ്ചിലടക്കി പിടിച്ച് നടത്തുമ്പോൾ ഭാര്യയേക്കാൾ സ്ഥാനം അവൾക്കാണെന്ന്. അവൾ പറഞ്ഞിരുന്നും അസ്ലു സഡൻ ബ്രേക്കിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു. ഇറങ്ങ്. അവൻ്റെ ഗൗരവമേറിയ ശബ്ദത്തിൽ പറഞ്ഞു തെറ്റായെന്ന് അവൾക്ക് തോന്നി. അവൾ പേടിയോടെ ഇറങ്ങി അവനെ നോക്കി. അവനും ബൈക്കിൽ നിന്നിറങ്ങി ബൈക്കിൽ ചാരി നിന്നു. നാശു, എന്നെ നോക്ക്. തലകുമ്പിട്ട് നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു. അവൾ മെല്ലെ മിഴികൾ ഉയർത്തി. ചുവപ്പ് നിറം കണ്ണുകളിൽ പടർന്നു കഴിഞ്ഞിരുന്നു. വെള്ളത്തുള്ളികൾ കൺകോണിൽ സ്ഥാനം പിടിച്ചു. നാശു, നിനക്കെന്നെ വിശ്വാസമില്ലേ? അവളുടെ കൈ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ തലകുമ്പിട്ട് മൂളി. എന്നെ നോക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ കണ്ണി നോക്കണമെന്ന്. എന്നെ നോക്ക്. അവൾ മെല്ലെ മുഖമുയർത്തി നോക്കി. ആമിക്കിപ്പം ഞാനേ ഉള്ളൂ.
ഞാനും കൂടെ കൈവിട്ടതാണ്. മനസ്സിലാക്കണം, പറയാനും പറഞ്ഞടിപ്പിക്കാനും ഒരുപാട് ആളുകൾ കാണും. വിശ്വസിക്കരുത്. അവൾ എനിക്ക് എൻ്റെ പെങ്ങളാണ്, തിരിച്ചവൾക്കും. ഇല്ലെങ്കിൽ നീയും ഷായും ഞങ്ങൾക്കിടയിൽ വരുമായിരുന്നില്ല. എനിക്ക് എന്നെ അവളെ സ്വന്തമാക്കായിരുന്നു. ചെയ്തില്ലല്ലോ. ഞാൻ സ്നേഹിച്ച നിന്നെയല്ലേ, എൻ്റെ പ്രണയം നീയല്ലേ. എന്നും അങ്ങനെ കാണും. നിന്നെ സ്നേഹിക്കാൻ കൂട്ടുന്ന അവളാണ്. ഒരിക്കലും അവൾക്കൊരു വേദന കൊടുക്കാൻ പാടില്ല നാച്ചു. പ്രത്യേകിച്ച് ഷായി കൂടിയില്ലാത്ത സമയത്ത്. കേട്ടോ? നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സോറി. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. എന്തിന്? ഒരു സോറിയും വേണ്ട. നീ അതിന് തെറ്റിയതില്ലല്ലോ. പിന്നെ കുറച്ച് കുശുമ്പ് എൻ്റെ കാര്യത്തിലുണ്ടാകുന്ന എനിക്കിഷ്ടമാണ്. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു, കയറി. അവൻ കയറി. പുറകെ അവൾ. എന്നെ നാച്ചു, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്ന ഇത്രയും കണ്ണീര്? എപ്പോഴും ഡാം പൊട്ടിക്കാൻ നിൽക്കും. അവളൊന്നും മിണ്ടിയില്ല. അതെ, ഹണിമൂണാണ്, കുളം തോണ്ടോ? അവൻ ചിരിയോടെ ചോദിച്ചു. ഒന്നും മിണ്ടന്റെ പെണ്ണെ, എനിക്ക് ബോറടിക്കുന്നുണ്ടേ. അവൻ വീണ്ടും പറഞ്ഞു. അവളൊന്നും മിണ്ടാത്ത കണ്ടപ്പോൾ അവൻ സൈഡ് മിററിലൂടെ നോക്കി. കണ്ണടച്ച് തന്റെ പുറത്ത് ചാരി കിടക്കുന്ന അവളുടെ ശ്വാസഗതി ഇപ്പോഴും നോർമൽ അല്ലെന്ന് മനസ്സിലായി. അവനൊന്ന് പുഞ്ചിരിച്ച് ബൈക്ക് റിസോർട്ടിന്റെ മുന്നിലേക്ക് കയറ്റി. കോടിറങ്ങിയ കാരണം മുഴുവനൊരു പുകമറയായിരുന്നു. അവൻ ബൈക്ക് നിർത്തി അവളെ നോക്കി. അവൾ ഇറങ്ങിയ പിന്നാലെ അവനും ഇറങ്ങി ബാഗ് എടുത്ത് തോളിലൂടെ ഇട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. ഇടക്ക് വീർത്ത അവളുടെ മുഖം ശ്രദ്ധിക്കാനോ അവൻ മറന്നില്ല. കോട്ടേജിന്റെ കീയും വാങ്ങി അവൻ മുന്നോട്ട് നടന്നു. ഡോർ ഒന്ന് ഉള്ളിലേക്ക് കയറി. പുറകെ അവളും. ബാഗ് ബെഡിലേക്കിട്ട് അവളുടെ കൈ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ട് അവളുടെ മുകളിലായി കയറി കൈകുത്തി നിന്നു. അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു. പിണക്കാണോ? അവൻ മെല്ലെ അവളുടെ മുഖത്തേക്ക് ഊതി. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവനെ തള്ളി മാറ്റി എണീക്കാൻ നിന്നപ്പോഴും അവനൊരടി മാറിക്കൊടുത്തില്ല. അവന്റെ കൈക്കുള്ളിൽ അവൾ അമർന്നു. ആഷിക, വിട്. അവൾ മുഖം കൂർപ്പിച്ചു. എന്താ പ്രശ്നം? പറയുവണ്ണേ. അവൻ മെല്ലെ അവൾക്ക് സൈഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് കിടത്തി. ഞാൻ ആമിയായിട്ട് ഇടപഴകുന്ന ഇഷ്ടമല്ലേ നിനക്ക്? അതല്ലേ പിന്നെ എന്താ? എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ആൾ കൊച്ചുകുട്ടിയെ പോലെ ചുണ്ടു വിതുമ്പി പറഞ്ഞു. എപ്പോ? അവൻ കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കി. നേരത്തെ ബൈക്കിൽ. എൻ്റെ പൊന്ന് നാച്ചു, അതൊക്കെ വഴക്കാണോ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലേ. അപ്പോൾ വഴക്ക് പറഞ്ഞ എന്താ? അല്ലാ. അവൻ അവളെ ഒന്നുകൂടെ പുണർന്നു. വീട്ടെന്നെ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. ഓഹോ, അപ്പോൾ കാര്യത്തിലാണല്ലേ. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയെടുത്ത് തിരിഞ്ഞു കിടന്നു. പണ്ട് ഞാൻ നിന്നെ ഇതിനേക്കാൾ ഉപദ്രവിച്ചില്ലേ നാച്ചു? അന്ന് നീ എന്നോട് പിണങ്ങുന്ന കണ്ടിട്ടില്ലല്ലോ. ഇതിനേക്കാൾ വേദനയല്ലേ ഞാനന്ന്. അവൻ്റെ കണ്ണുകളും ആ ദിവസങ്ങളെ ഓർത്ത് നിറഞ്ഞു. അന്ന് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതാ. ആണോ? എനിക്ക് അന്നും ഇന്നും നിന്നെ ഇഷ്ടമായിരുന്നു. ബട്ട് അത് പ്രകടമാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.